എൻ്റെ ഡിജോയുടെ ഫസ്റ്റ് പടം ക്വീനാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. കാരണം അന്ന് ആ സിനിമ ചെയ്യുന്ന സമയത്ത് ഒരു ഭയങ്കരമായിട്ട് പുതിയ പിള്ളേരെ വെച്ച് ഞങ്ങൾ പുതിയതായിട്ട് ചെയ്തതാണ്. അപ്പോൾ അന്നുണ്ടായിരുന്ന ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന പലരുടെ മുഖങ്ങൾ ഇങ്ങനെ ഇവിടെ കാണാൻ പറ്റും, പേരെടുത്ത് വിളിക്കാൻ പറ്റുന്ന പല മുഖങ്ങളും. അപ്പോൾ അതുകൊണ്ട് ഈ പറയുന്ന ഭയങ്കര സന്തോഷമുണ്ട് ഈ പടത്തിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ ഇരിക്കുന്നത്. ഞങ്ങളുടെ പ്രാർത്ഥനയാണ് ഈ പടം നന്നായി വരണം എന്നുള്ളത്. ആ പ്രാർത്ഥനയുടെ കൂടെ നിങ്ങളെല്ലാവരും ഉണ്ടാവണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. ബിജോ, അതായത് ഇപ്പോൾ താങ്കൾ തന്നെ പറഞ്ഞു, ഇപ്പോൾ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റിൽ തന്നെ പലപ്പോഴും മലയാളികൾക്ക് ഇത് കണ്ടു കഴിഞ്ഞാൽ ഉറപ്പായും സന്തോഷത്തോടെ തിരിച്ചറിഞ്ഞു വരാം. ഇപ്പോൾ പലതവണ മലയാളി എന്ന് എടുത്തത് ഇപ്പം ഇതിനു മുമ്പ് ചെയ്ത സിനിമകളായാലും ശരി, ക്യൂവിനായാലും ശരി, ജനഗണമനയായാലും ശരി, അത് അഡ്രസ്സ് ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. സൊസൈറ്റി നടക്കുന്ന ക്രൈം ആയാലും ജസ്റ്റിസ് ആണെങ്കിലും മലയാളി ഫ്രം ഇന്ത്യയിലെ സെയിം കണ്ടന്റ് തന്നെയാണോ? അല്ല, മലയാളി ഫ്രം ഇന്ത്യയിൽ സെയിം കണ്ടന്റ് അല്ല. രണ്ട് സിനിമ ക്വീനും ജനഗണമനയിലും ടോട്ടലി ഡിഫറെന്റ്. ഞാൻ പറഞ്ഞതല്ല, ഇപ്പൊ എല്ലാത്തിനകത്തും ക്യൂവിലായാലും ശരി, ജനഗണമന അത് അഡ്രസ് ചെയ്യുന്ന ഒരു ക്രൈം ഉണ്ട്, അല്ലെങ്കിൽ നമ്മൾ സൊസൈറ്റിയെ റെപ്രസെന്റ് ചെയ്യുന്ന അല്ലെങ്കിൽ സൊസൈറ്റി നടക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഒരു പ്രതിഷേധമുണ്ട് അതിനകത്ത്. മലയാളി ഫ്രം ഇന്ത്യയിലും ഇതില് പ്രതിഷേധമൊന്നുമല്ല. ഇപ്പൊ ഈ പറഞ്ഞതുപോലെ ഇപ്പൊ ക്വീൻ എന്ന് പറഞ്ഞ സിനിമയിൽ അവിടെ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റും. എനിക്കൊന്ന് ഏറെക്കുറെ കണക്ട് ചെയ്യാൻ പറ്റും ക്യാമ്പസിലെ പിള്ളേർക്കാണ്. അവർക്ക് ഉണ്ടായൊരു ഇൻസിഡന്റ് അത് തന്നെയാണ് ഇപ്പൊ വളരെ ചോദ്യത്തിനോട് തന്നെയാണ് ഉത്തരം പറയുന്നത്. ക്വീനിൽ അങ്ങനെയാണ് കണക്ട് ചെയ്യാൻ പറ്റും. ജനഗണമന മോർ ഓഫ് നമ്മൾ കണ്ടതുപോലെ കേട്ടതുമായ ഏതോ ഒരു ഇൻസിഡന്റിലേക്ക് ഭയങ്കരമായിട്ടൊരു കണക്ട് ഫീൽ ചെയ്യും. ഇത് അതുപോലെ ഒരു സാധാരണ മലയാളിക്ക് ഭയങ്കരമായിട്ട് കണക്റ്റ് ആവും എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. അത് ഞങ്ങളുടെ ആത്മവിശ്വാസമാണ്, കൂടെ പ്രാർത്ഥനയാണ്. കാര്യം ഇത് അതുകൊണ്ട് തന്നെയാണ് മലയാളി ഫ്രം ഇന്ത്യ എന്ന ടൈറ്റിലേക്ക് ഞങ്ങൾ വെച്ചത്. ജനഗണമന എന്ന് പറഞ്ഞ ടൈറ്റിൽ വെച്ചപ്പോൾ ആദ്യം പറയുന്നത് എന്താണ് ഈ ടൈറ്റിൽ കൊണ്ട് ഉദ്ദേശിച്ചത്. ആ ഉദ്ദേശം എനിക്ക് തോന്നുന്നു സിനിമ കണ്ടു കഴിഞ്ഞപ്പോഴാണ് കുറേ കൂടെ കിട്ടിയത്. അതുപോലെ തന്നെ മലയാളി ഫ്രം ഇന്ത്യ ഞങ്ങളുടെ ആൽപ്പറമ്പിൽ ഗോപിയുടെ കഥയാണ്. ഇത് എല്ലാവർക്കും കണക്ട് ചെയ്യാൻ പറ്റും. അവൻ്റെ ആ യാത്ര അല്ലെങ്കിൽ അവൻ്റെ ജീവിതം ഭയങ്കരമായിട്ട് കണക്റ്റബിൾ ആവും എന്നാണ് ഞങ്ങളുടെ പ്രാർത്ഥന. ഇതിന്റെ ടീസർ ഫസ്റ്റ് ഇറങ്ങിയ സമയത്ത് നിവയെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്തും സോങ് ഇറങ്ങിയ സമയത്തും ഞങ്ങൾ കാണുന്ന എല്ലാ പ്രശ്നം നിവയും ധ്യാനം മുംബൈ വരുന്ന ഔട്ട് ആൻഡ് ഔട്ട് കോമഡി ചിത്രമായിരിക്കും. പക്ഷെ ഇന്നലെ ഇറങ്ങിയ ഒറ്റ ടീസർ കൊണ്ട് എനിക്ക് ഇത് മാറ്റി. ശരിക്കും ഏത് ടൈപ്പ് ജോണർ ചിത്രമാണ്? അല്ല, ഇതാണ് ബ്രദർ ചോദിച്ച ചോദ്യമാണ് ഞങ്ങൾ ഇന്നലെ ടീസർ വിടാനുള്ള കാര്യം. ഞങ്ങൾ പ്രോമോ ചെയ്ത സമയത്ത് ഞാനും ഇവരും തമ്മിലുള്ള ഒരു ജിമ്മിലെ സീക്വൻസ് അത് പ്ലാൻഡ് സീനായിരുന്നു. അപ്പൊ അത് നമ്മൾ ചെയ്തു, ആൾക്കാർ ഭയങ്കര റെസ്പോൺസ് കിട്ടി. പക്ഷെ അതിലും നമ്മൾ ചെറുതായിട്ട് ഹിന്റ് ചെയ്യുന്നുണ്ട് ഈ സിനിമ അതല്ല. സിനിമയിൽ ചെറിയ കൊച്ചു തമാശകൾ ഉണ്ടാവും, കാര്യമുണ്ടാവും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അവന്റെ കളിയും ആ കളിയിൽ അല്പം കാര്യമുള്ള സിനിമയാണ്. അപ്പോൾ പക്ഷെ എനിക്കൊന്ന് പ്രേക്ഷകർ ആ പ്രോമോ കണ്ടപ്പോഴും അല്ലെങ്കിൽ വേൾഡ് മലയാളി ആന്തം കണ്ടപ്പോൾ എല്ലാവരും ആ കളിയിലേക്ക് ഭയങ്കരമായിട്ട് ഫോക്കസ്ഡ് ആയി. എല്ലാവരും വിചാരിച്ചു ഇതൊരു ഔട്ട് ആൻഡ് ഔട്ട് ഒരു ലാഫ് റയറ്റാണ് സിനിമ. അപ്പോഴാണ് ഞങ്ങൾക്ക് അത് ശരിക്കും പറഞ്ഞാൽ പ്രേക്ഷകർ ഞങ്ങൾക്ക് തന്ന ബോധ്യമാണ്. കാര്യം ഞങ്ങൾ എവിടെ ചെന്ന് കഴിയുമ്പോൾ ചിരിച്ചും അപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലാവുന്നത് ഇത് അങ്ങനെ അതല്ല. നമ്മൾ ഉദ്ദേശിച്ചത് കുറേ നാളൊക്കെ ഇതിൽ വേറൊരു സ്ട്രീം ഓഫ് സിനിമ അറ്റംപ്റ്റ് ചെയ്ത് ഭയങ്കര രസകരമായിട്ട് അപ്പോൾ ഇതിൻ്റെ തമാശ വരുന്നത്. അപ്പോഴാണ് നമ്മൾ പറഞ്ഞ പോലെ വർഷങ്ങൾക്ക് ശേഷം വരികയും തിരിച്ച് അതിലോട്ട് വരുന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ എല്ലാവരുടെയും പ്രതീക്ഷ കുറേ കൂടെ കളിയിലേക്ക് മാത്രമായി. അപ്പോഴാണ് ഞങ്ങൾ ഇങ്ങനെ കളിയിൽ അല്പം കാര്യമെന്ന രീതിയിലേക്ക് ആ ടീസറിട്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു അത് കുറച്ചും കൂടെ ഇന്നിപ്പോൾ വന്നിരിക്കുന്ന എല്ലാവർക്കും ഭയങ്കര ക്ലിയർ ആയിട്ടുണ്ടാവും. അതാണ് ബ്രദർ ചോദിച്ചതിൻ്റെ റീസൺ. നിങ്ങൾ തന്നെ തന്ന റെസ്പോൺസിലാണ് ഞങ്ങൾക്ക് ഒരു തിരിച്ചറിവുണ്ടായി. ഞങ്ങൾ അങ്ങനെ ഒരു ടീച്ചറിലോട്ട് പോവാൻ ഞങ്ങൾക്ക് പറ്റിയത്. അതാണ് അതിൻ്റെ റീസൺ. ഓക്കെ. ഈ എല്ലാവരും ടീച്ചർ കണ്ടപ്പോൾ തന്നെ എല്ലാവരും പറഞ്ഞൊരു കാര്യം ഈ നിവിൻ പോളി അല്ലെങ്കിൽ എന്റർടൈൻമെന്റ് സോണിലേക്ക് കൊണ്ടുവരുന്നുള്ളത്. ശരിക്കും അവിടെ ഇപ്പോ രണ്ടാമത്തെ ടീച്ചർ ഇട്ടപ്പോഴും ശരിക്കും അവിടെ സംഭവിച്ച റീഡിഫൈനിങ് ഫാക്ടർ ഉണ്ടല്ലോ. അദ്ദേഹത്തിനെ പോലെ ഒരു സ്റ്റാറിനെ കൊണ്ടുവന്ന് നമുക്ക് എന്തൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുമോ ചെയ്യിക്കാം. ശരിക്കും ഓൺ ദ ഫസ്റ്റ് ഡ്രാഫ്റ്റ് ആണ് ഇത് നിവിൻ പോളി ചിത്രമായിരുന്നു. ഇത് ആക്ച്വലി ഞാൻ ചെയ്യുന്ന സിനിമകൾ പൊതുവെ ഐ ഡിപ്പെൻഡ് മോർ ഓൺ ടു ദ കഥ. അതായത് നമ്മുടെ സ്റ്റോറി ആൻഡ് സ്ക്രിപ്റ്റിൽ ഭയങ്കരമായിട്ട് വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഷാരിസ് ആണെങ്കിലും ഇപ്പം നേരത്തെ ലിസിൻ്റെ അടുത്ത് മുന്നേ ഷാരിസ് പറഞ്ഞ കഥയാണ് എൻ്റെ അടുത്ത് അവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്.
ഡാൻസ് പിന്നെ എപ്പോഴും ഒരു ദിവസം എൻ്റെ അടുത്ത് ചുമ്മാ തമാശയ്ക്ക് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് കണക്ട് ആയി. അത് മേ ബി ആസ് എ മലയാളി എനിക്ക് കിട്ടിയൊരു വികാരമായിരിക്കും. എനിക്കത് ഭയങ്കരമായിട്ട് കണക്ട് ആയി. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാനും വീണ്ടും തമ്മിലൊരു കോൺവെർസേഷൻ ഉണ്ടായിരുന്നു. എന്തെങ്കിലും നമ്മൾ പ്ലാൻ ചെയ്യണം എന്നുള്ളൊരു വന്നപ്പോൾ പെട്ടെന്ന് അങ്ങനെ വന്ന ഒരു പ്രോജക്റ്റാണ് ഈ മലയാളി ഫ്രം ഇന്ത്യ. അതല്ലാതെ നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്തു. പക്ഷേ ഈ സിനിമയിൽ എനിക്കൊരു കാര്യം ഉറപ്പ് പറയാൻ പറ്റും. ഇന്നലെ വന്ന ടീച്ചറിനാണെങ്കിൽ എല്ലാവരും എക്സ്പെക്ട് ചെയ്യുന്നൊരു നിവിൻ പോളിയുടെ ഒരു ഹ്യൂമർ സൈഡ് മാത്രമാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു ഈ സിനിമയിൽ എനിക്ക് കുറേ കൂടെ ഒരു ഇമോഷണൽ ഒരു 360 ഡിഗ്രി നിവിൻ പോളിയുടെ കവർ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. നാളെ നിങ്ങൾ സിനിമ കണ്ടിട്ട് പറയാം. എങ്കിൽ തന്നെ മലയാളത്തിൽ ഭയങ്കര നാച്ചുറൽ ആയിട്ട് കോമഡി പ്രസന്റ് ചെയ്യുന്ന ചുരുക്കം ആക്ടേഴ്സിൽ ഒരാളാണ് നിവിൻ പോളി. അപ്പൊ പ്രേക്ഷകർ ബേസിക്കലി അത്തരത്തിലൊരു നിവിൻ പോളിയെ കാണാൻ കാത്തിരിക്കുന്നുണ്ടല്ലോ. അങ്ങനത്തെ ഒരു സൈഡ് എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. അല്ല, അത് ഇപ്പൊ എനിക്ക് തോന്നുന്നു നിങ്ങൾ പ്രോമോ കണ്ടു കാണും. പ്രോമോയിലൊക്കെ മാക്സിമം നമുക്ക് കിട്ടിയ റെസ്പോൺസ് അതാണ്. ഓ, ഹ്യൂമർ ട്രാക്ക് ഭയങ്കരമാണ്. അത് ഈ സിനിമയിൽ വളരെ നാച്ചുറൽ ആയിട്ടുണ്ട്. അങ്ങനെയാണ്. പക്ഷെ പ്രോമോയിലായാലും മലയാളി അന്തത്തിലൊക്കെ ഓവർഡൂ ചെയ്തേക്കാം. ശരിയല്ലേ, നമ്മൾ കോമഡിക്ക് വേണ്ടി സെൽഫ് പ്രോമോയ്ക്ക് വേണ്ടി വെച്ചതാണ്. സിനിമ അതല്ല. സിനിമ വളരെ അവൻ്റെ ആ റിയൽ ആയിട്ട് നാച്ചുറൽ ഒക്കെ സിനിമ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അതുപോലെ നമുക്കൊരു എന്താ പറയുക ഭയങ്കര പോസ്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം സിനിമ ആൾക്കാർ അതിലൂടെ സഞ്ചരിക്കണം. അപ്പോൾ ഇതൊരു വളരെ സാധാരണ സിനിമയായിട്ട് പോകുമ്പോൾ ചെറിയ ചെറിയ ലൈറ്റർ മൊമെന്റ്സ് ഉണ്ടാവും. അതേ ഉള്ളൂ. അല്ല, ഞാൻ ഒരു സ്ഥലത്തും ഓവർഡൂ ചെയ്തിട്ടില്ല. ഈ പറഞ്ഞ എല്ലാ ഷെയ്ഡ്സും കിട്ടും. അതെ, സുദീപ് ജസ്റ്റ് പരിചയപ്പെടുത്താം. നമ്മുടെ കൂടെ നമ്മുടെ DOP ആണ്. അപ്പോൾ സുദീപ് സിനിമാറ്റോഗ്രാഫർ കിട്ടിയില്ലേ ഞാൻ പറഞ്ഞ പോയിന്റ്. ആദ്യം അനൗൺസ്മെന്റ് ടീച്ചർ വന്നപ്പോഴും പിന്നെ കണ്ടതിന്റെ ഭയങ്കര സന്തോഷമുണ്ടായിരുന്നു. പിന്നെ ഇന്നലെ പറഞ്ഞ പോലെ ട്രെയിലർ ഇറങ്ങിയപ്പോൾ വേറൊരു രൂപം സിനിമയുടെ പിക്ചറാണ്. അപ്പൊ നിവിനെ സംബന്ധിച്ച് ഈ സിനിമ കഥ കേൾക്കുമ്പോഴുള്ള ഏറ്റവും വലിയ എക്സൈറ്റ്മെന്റ് എന്തായിരുന്നു? എന്താണ് യെസ് പറയുന്നത്? ഈ സിനിമ ചെയ്യാനാണോ? ഈ സിനിമ വളരെ റിലേറ്റബിൾ ആയിട്ടുള്ളൊരു കഥയായിരുന്നു. ആ ക്യാരക്ടർ ആൽപ്പറമ്പിൽ ഗോപി വളരെ റിലേറ്റബിൾ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ. എനിക്ക് അത്തരം ക്യാരക്ടേഴ്സ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. അപ്പോൾ ഒരു നാട്ടുപുറവും അവിടെ കുറച്ച് സുഹൃത്തുക്കളും ഒരു അവിടെ കളിച്ചിരിച്ച് നടക്കുന്നവർക്ക് വലിയ വീട്ടുകാർക്കൊന്നും വലിയ ഗുണമില്ലാത്തവർക്ക് എനിക്ക് അങ്ങനത്തെ ഒരു സ്പേസ് രസമാണ്. അത് ഭയങ്കര എക്സ്പ്ലോർ ചെയ്ത് ഫണ്ണായിട്ട് ചെയ്യാം എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. പക്ഷേ ഇതിൽ കഥ ഇത്തിരി കുറച്ചുകൂടി നല്ല സ്ട്രോങ് കഥയാണ്. അപ്പോൾ അത് വെറുതെ തമാശ പരിപാടിയല്ല. തമാശ പരിപാടിക്ക് മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പം അതും എന്നാലൊരു നേരത്തെ പറഞ്ഞ പോലെ ഈ കളിയിൽ അല്പം കാര്യം എന്ന് പറയുന്ന പോലെ ഒരു വളരെ രസകരമായിട്ടൊരു ബ്ലെൻഡ് ഈ പടത്തിലുണ്ട്. അപ്പോൾ അത് ചിലപ്പോൾ തിയേറ്ററിൽ പ്രേക്ഷകർക്ക് വർക്കാവും എന്ന് തോന്നി. അതാണ്. നിവിൻ നോർമലി വർഷങ്ങൾക്ക് ശേഷം ഇറങ്ങിയ സമയത്ത് തന്നെ നിവിൻ എന്ന് പറഞ്ഞ ഒരു ആക്ടറിനെ വേറെ ലെവൽ ആളുകൾ ഇങ്ങനെ ഒരാളെയാണ് കാത്തിരുന്നത്. ഒരു സോഷ്യൽ മീഡിയയിലൊക്കെ ഉണ്ടായിരുന്നു. അതിൽ പെർഫോമൻസ് ആയാലും അങ്ങനെ തന്നെ എന്നെ ട്രോളം ഞാൻ മതി എന്ന ലെവലിലുള്ള പെർഫോമൻസ്. അതിപ്പോൾ സോഷ്യൽ മീഡിയയിലുള്ള മറ്റുള്ളവർ കളിയാങ്ങളായാലും സറ്റേർക്ക് അങ്ങനെ ഒരു പ്രതിഷേധം പോലെ ആയിരുന്നു. വേറെ ആരും വേണ്ട, എന്നെ ട്രോളം ഞാൻ മതി എന്നൊക്കെ ഇതാണ്. അതെല്ലാം മറ്റേ വിനീതിൻ്റെ ഐഡിയയാണ്. എൻ്റെ ഒരു പങ്കും ഇല്ല. അല്ലേ, വിനീത് പറഞ്ഞത് അത് നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമ്മളത് ഫേസ് ചെയ്യാന്നുള്ളത്. നമ്മൾ ഒളിച്ചോടിയിട്ട് കാര്യമൊന്നുമില്ല. എനിക്ക് തോന്നുന്നു വിനീത് അങ്ങനെ ഒരു ക്യാരക്ടർ എഴുതാൻ എനിക്ക് തോന്നുന്നു നമ്മുടെ കരിയറിൻ്റെ ഭാഗത്ത് സഹായിച്ചു എന്ന് തോന്നുന്നു. അപ്പം അത് ചെയ്തതാണ്. പക്ഷെ അത് സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഒരു റിസപ്ഷനൊന്നും ഞാൻ മനസ്സിൽ ചിന്തിച്ചിട്ടില്ല. അതൊരു ഗസ്റ്റ് അപ്പിയറൻസ് വന്നു പോകുന്നു എന്നുള്ളത് മാത്രമായിരുന്നു. പക്ഷേ പ്രേക്ഷകർക്ക് അത് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. ഒരുപാട് മെസ്സേജും സാധനങ്ങളെല്ലാം വന്നു. അപ്പോൾ പ്രേക്ഷകർക്ക് നന്ദി. എനിക്കതിൻ്റെ പ്രൊമോഷൻ പരിപാടിക്കൊന്നും പങ്കെടുക്കാൻ പറ്റിയില്ല. ഞാൻ കൊൽക്കട്ടയിലായിരുന്നു. വിനീത് ഇങ്ങനെ പല പ്രാവശ്യം വിളിച്ചിരുന്നു. അതിന് എത്താൻ പറ്റിയില്ല. ഞാനിപ്പോൾ റീസെൻ്റ്ലിയാണ് വന്നത്. പക്ഷെ ആ സിനിമ സ്വീകരിച്ച പോലെ തന്നെ ഈ സിനിമയും പ്രേക്ഷകർ സ്വീകരിക്കുന്നു വിശ്വസിക്കുന്നു. വർഷങ്ങൾക്ക് ശേഷം വന്ന തിയേറ്ററിലെല്ലാം കയ്യിലും നേടിയ ഏറ്റവും കൂടുതൽ കയ്യിലും നേടിയ ഒരാളാണ് നിവിനേട്ടൻ ആ ക്യാരക്ടർ വെച്ചിട്ട്. അപ്പം ഇപ്പോൾ ചേട്ടൻ പറഞ്ഞാലും വിനീത് ശ്രീനിവാസനാണ് ഇതിൽ എഴുതിയിരിക്കുന്നത്, ഫുൾ ആളുടെ ആണെന്ന് പറഞ്ഞു. പക്ഷെ എന്നിരുന്നാലും ചേട്ടൻ അത് പറയുമ്പോൾ ഉള്ളത് വരുമ്പോൾ ഫീൽ ചെയ്തു. ചേട്ടൻ്റെ സ്വന്തം ഡയലോഗായിരുന്നു. അതൊന്നും ജസ്റ്റ് ഒന്ന് പറയാൻ വരുമല്ലോ, അവസ്ഥ വെച്ചിട്ട് അത് ഉള്ളിൽ നിന്ന് വന്നാലേ പറ്റൂല. അല്ല, അത് ഞാൻ ആദ്യമായിട്ട് കഥ കേട്ടപ്പം എനിക്ക് ഇച്ചിരി പേടിയുണ്ടായിരുന്നു. അങ്ങനെ ഡയലോഗ് പറയാനൊക്കെ പേടിയുണ്ടായിരുന്നു. ഞാൻ വിനോദോട് പറയുകയും ചെയ്തു, ഇങ്ങനെ ഇത്
ഇങ്ങനെ അഡ്രസ്സ് ചെയ്താൽ അത് പ്രേക്ഷകർ എങ്ങനെ എടുക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ അത് വേണോ എന്ന് പല പ്രാവശ്യം ചോദിച്ചു. ഞാൻ കഥ കേട്ടപ്പോൾ ചോദിച്ചു, ഞാൻ പേഴ്സണലി ഇങ്ങനെ വീട്ടിൽ പോയി കണ്ട് ചോദിച്ചു, വഴിയിൽ വെച്ച് ചോദിച്ചു, ഫോൺ വിളിച്ച് ചോദിച്ചു, 5-6 പേരെ കൊണ്ട് ചോദിപ്പിച്ചു. പക്ഷെ എല്ലാ പ്രാവശ്യവും ഇനി ഇത് എടാ ഇത് വർക്കാണ്, നീ എന്നെ വിശ്വസിക്കും, ഇത്ര നാളെ എന്നെ വിശ്വസിച്ചല്ലോ. ഓക്കെ, അപ്പം ഞാൻ ഒരു ബ്ലൈൻഡ് ബിലീഫ് വിനീതിനെ ട്രസ്റ്റ് ചെയ്ത് ചെയ്ത ക്യാരക്ടറാണ്. അത് നമുക്ക് ഇനിയൊരു വേദിയിലാണ് നമുക്ക് മലയാളി കുറിച്ച് സംസാരിക്കാം. അതിനോട് പേഴ്സണലായിട്ട് പറയാം. ചേട്ടാ ഇപ്പം ഇവിടെ ഡിജോ എന്ന ഡയറക്ടറില് ഇപ്പൊ ക്യൂ എന്ന സിനിമയായാലും ശരി, ജനങ്ങളെ എന്ന സിനിമയായാലും ശരി, സൊസൈറ്റിയിൽ ഉണ്ടാക്കിയ ഒരു ഇമ്പാക്ട് ഉണ്ട്, അല്ലെങ്കിൽ പ്രേക്ഷകരിൽ ഉണ്ടാക്കിയ ഒരു ഇമ്പാക്ട് ഉണ്ട്. അപ്പം അങ്ങനെ ഒരു ഡയറക്ടർ വന്ന് സമീപിച്ചപ്പോൾ എന്തായാലും എന്റെ കരിയറിൽ ഒരു മാറ്റം ഉണ്ടാകുന്ന ഒരു കഥയായിരിക്കും എന്നൊരു എക്സ്പെക്ടേഷൻ ഉണ്ടാവുമല്ലോ ഓട്ടോമാറ്റിക്കലി. അപ്പോൾ ഇങ്ങനെ ഒരു കഥ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ കരിയറിൽ എന്റെ ബ്രേക്ക് ത്രൂ തരുന്ന ഒരു കഥാപാത്രമായിരിക്കും ഇത്. അല്ല, ഭയങ്കര എക്സ്പെക്ടേഷനോ അല്ലെങ്കിൽ അങ്ങനെ ലൈഫ് ചേഞ്ചിങ് ക്യാരക്ടറോ അങ്ങനെ ഫീൽ ചെയ്തിട്ടല്ല. ഈ സിനിമ നല്ലതാണ്. ഷാനിസിന്റെ എഴുത്ത് എനിക്ക് ഇഷ്ടമാണ്. ബിജോയുടെ മുമ്പത്തെ 2 സിനിമകൾ എനിക്ക് ഇഷ്ടമാണ്. അപ്പം ഇവരുടെ ഒരു കോമ്പിനേഷനിൽ ഒരു വർക്കുണ്ട്. ഓഡിയൻസിനെ എവിടെയോ കണക്ട് ചെയ്യുന്ന കാര്യങ്ങൾ ഇവരുടെ സിനിമയിലൂടെ വരുന്നുണ്ട്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഒരു ഫിലിം മേക്കറാണ് ഡിജോ. അപ്പോൾ പിന്നെ ഈ കഥയും എനിക്ക് ആ ഗോപിയോട് എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റി. അങ്ങനെ എടുത്ത സിനിമയാണ്. എന്തെങ്കിലും മാസ ഡയലോഗ് പ്രതീക്ഷിക്കാമോ? എന്തെങ്കിലും മാസ ഡയലോഗ് പ്രതീക്ഷിക്കാമോ? ജനഗണനയിലൊക്കെ ഉണ്ടായതുപോലെ? ഇല്ല, അത് ഞാൻ ചോദിച്ചു, പക്ഷെ ഞാൻ പറഞ്ഞ ഏക്കില്ല എന്നാണ് പറഞ്ഞത്. അല്ലാതെ പ്രൊമോയിൽ പറഞ്ഞല്ലോ മാസഡയലോഗല്ല ഒത്തിരി അല്ല. ഇത് അതാണ് പറഞ്ഞത്, സിനിമ ജനഗണമനായിട്ടൊന്നും അങ്ങനെ ഒരു ഇന്നലെ വിട്ട ടീച്ചർ ആ പറഞ്ഞ വളരെ ഒരു ലൈറ്റർ വേർഷനിൽ നിങ്ങൾ കണ്ടാൽ മതി. ഇങ്ങനെ ഭയന്ന് മാരകമായിട്ടൊന്നും സിനിമ ലൈഫ്. ഈ ഫസ്റ്റ് അനൗൺസ്മെന്റ് ടീസർ സാധാ അപ്പോ ആ ഡിസിഷൻ ഫസ്റ്റ് തന്നെ ഉണ്ടായിരുന്നോ? ഒരു ഇത്ര ലാംഗ്വേജസ് റിലീസ് ചെയ്യണ്ടായിരുന്നു, മലയാളത്തിൽ തന്നെ എല്ലാവരിലേക്ക് എത്തണം ആ ഒരു കാര്യം. നമ്മളുടെ ഭാഷയിൽ കുറച്ചൊക്കെ ബാക്കിയുള്ളവർ കേൾക്കട്ടെ, നമ്മുടെ ഭാഷയിൽ തന്നെ നമ്മുടെ സിനിമ കാണട്ടെ എന്നുള്ള പർപ്പസ്ഫുൾ തീരുമാനം. അതിന് ഈ സിനിമ പെർഫെക്റ്റ് ആണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. നമ്മളുടെ ഒരു എന്താണ് പറയുക, ഇപ്പോൾ നമ്മളിവിടുന്ന് FM ഇപ്പോൾ വെച്ച് നോക്കിയാൽ നമ്മളൊരു അരമണിക്കൂറിൽ ഒരു തമിഴ് പാട്ട് നമ്മൾ കേൾക്കും അല്ലേ? നീ ചെന്നൈയിൽ പോയിട്ടോ ബാംഗ്ലൂരിൽ പോയിട്ടോ ഒന്ന് പ്ലേ ചെയ്യും, അവർ അവരുടെ ഭാഷയിൽ മാത്രമേ പാട്ടുകൾ കേൾക്കുള്ളൂ. നമ്മളെല്ലാത്തിനെയും സ്വീകരിക്കുന്നവർ, മലയാളിയുടെ ഏറ്റവും വലിയൊരു ഒരു ക്രെഡിറ്റാണ് നമ്മളെല്ലാത്തിനെയും സ്വീകരിക്കുന്നവർ. ഒരു വേൾഡ് കപ്പ് സമയത്ത്, ഫുട്ബോൾ വേൾഡ് കപ്പ് സമയത്ത് 10-20 രാജ്യങ്ങളിലെ കൊടി ഉയരുന്ന ഒരു സംസ്ഥാനമാണ്, അങ്ങനെയുള്ളൊരു നാടാണ്. അപ്പോ ആ നാടിനെ, ആ മലയാളിയെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുമ്പോൾ മലയാളിയെ നമ്മൾ ഡബ് ചെയ്തിട്ട് കേൾക്കണം, മലയാളിയെ നമ്മൾ വേറൊരു ഭാഷയിൽ ഡബ് ചെയ്യണം എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ചൊരു വലിയ ചോദ്യം. വേണ്ട, ഈ വർഷം നമ്മൾ തകർത്തുകൊണ്ടിരിക്കുകയല്ലേ, നമ്മളുടെ സിനിമയല്ലേ എല്ലാവരും വെയിറ്റ് ചെയ്യുന്നത്, നമ്മളുടെ സിനിമകളല്ലേ വെയിറ്റ് ചെയ്യുന്നത്. നമ്മളുടെ ഭാഷ ബാക്കിയുള്ളവർ കേൾക്കട്ടെ, നമ്മളുടെ ഭാഷയിൽ തന്നെ കേൾക്കട്ടെ. ഈ മുണ്ടെടുത്ത് സൈക്കിളിൽ ഈ 2 പേര് പോകുന്ന, ലുങ്കി എടുത്ത് പോകുന്നത് ഇതായിരിക്കണം ഞങ്ങളുടെ ടീസർ എന്നും ഫസ്റ്റ് ലുക്ക് എന്നും. ഈ ഫസ്റ്റ് ലുക്ക് തന്നെ ലോകമെമ്പാടുമുള്ള സ്ക്രീനുകളിൽ വരണമെന്നും ആഗ്രഹിച്ചാണ് ഞങ്ങൾ ഈ സിനിമ കഴിഞ്ഞത്. കാരണം ഇത് ലുങ്കി എടുക്കുന്നവന്റെ, മുണ്ടെടുക്കുന്നവന്റെ സിനിമയാണ്. അതിനെ ഡബ് ചെയ്യണ്ട. പോലെ ആ കണ്ട വേർഷൻ തന്നെയാണ്, അല്ലെങ്കിൽ ടീച്ചറിൽ കണ്ടത് തന്നെയാണ് സിനിമയിൽ. പ്രൊമോഷൻ മെറ്റീരിയൽ കണ്ടതൊക്കെ ഇറ്റ്സ് ടോട്ടലി ഡിഫറെന്റ്. കണ്ടാൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇതിന്റെ രൂപവും ലുക്കും എല്ലാം നമ്മൾ ഡിസൈൻ ചെയ്തിട്ട് റെപ്രസെന്റിങ് സാധാരണ മലയാളി. എന്താ ഈ ചിത്രം പ്രൊഡ്യൂസ് ചെയ്യാന്നൊരു തീരുമാനത്തിലേക്ക് എത്തുന്നത് എങ്ങനെയായിരുന്നു? നിവിൻ, ധ്യാൻ ചിത്രം. ഞാനും അത് ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. കാരണം ഇത്രയും ഫുൾ റിസ്കില് ഇപ്പം ഞാൻ ഇത്രയും സിനിമകൾ നിർമ്മിച്ചിട്ടുണ്ട്, പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് ഫുൾ റിസ്കിൽ ഒരു സിനിമ ഇറക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു അവസ്ഥ എന്താകുമെന്ന് ഞാനിങ്ങനെ കുറേ ദിവസങ്ങളായിട്ട് ഭാര്യ അതുകൊണ്ടിട്ട് എൻ്റെ കൂടെ നിൽക്കാതെ വീട്ടിന് ടൂർ പോയിട്ടുണ്ട്. കാരണം നമ്മുടെ ഈ ടെൻഷൻസൊക്കെ ഇവൻ കണ്ടുകൊണ്ട് ആണെന്ന് തോന്നുന്നു. കാരണം ഒരു സിനിമ ഇറക്കിയിട്ടിട്ട് അതിൻ്റെ കാര്യങ്ങൾ പോലും പുറത്തേക്ക് വിടുന്നില്ല. അതുപോലെ ഇന്നലെ ഞങ്ങളെല്ലാം നിർബന്ധിച്ചിട്ടാണ് വിജയ് വിടുന്നത്. കാരണം അപ്പോൾ അതിൻ്റെ സസ്പെൻസ് പോകും. ഞാൻ ചോദിച്ചാൽ 1-ാം തീയതി ഇറങ്ങുമ്പോൾ ഇത് ഓൾറെഡി പോകുമല്ലോ, ഇപ്പോൾ 2 ദിവസം മുമ്പ് പോയാൽ എന്താ കുഴപ്പമിരിക്കുന്നത്?
ഇല്ല 2 ദിവസം വെയിറ്റ് ചെയ്യും. അപ്പൊ അങ്ങനെ ഞാൻ നിർബന്ധിച്ചതിന്റെ പേരിലാണ്. അപ്പം നിവിനും ഇതെല്ലാം കേട്ടോണ്ടിട്ടിരിക്കുകയാണ്. ഞാൻ ഇപ്പൊ നിവിനോടും പറഞ്ഞു, നിവിനെ ഇവൻ നമ്മളെ മൊത്തത്തിൽ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണെന്നൊരു സംശയമുണ്ട്, നമുക്ക് എത്രയും പെട്ടെന്ന് ഒരു പ്രസ് മീറ്റ് കൊടുക്കണം. അങ്ങനെ നിവിൻ പറഞ്ഞു ശരി, അപ്പൊ അങ്ങനെയാണ് ഒരു പ്രസ് മീറ്റ് തന്നെ നമുക്ക് വെക്കാന്നുള്ള ഒരു വാശിയുടെ പുറത്താണ് ഇന്ന് പ്രസ് മീറ്റ് പോലും വെച്ചത്. അല്ലെങ്കിൽ ഇന്ന് മിനിങ്ങാന്നിറങ്ങിയ ടീച്ചറും കാണത്തില്ല, ഇന്നത്തെ പ്രസ് മീറ്റും കാണത്തില്ല. അപ്പം ചിലപ്പോ എനിക്ക് ഡൗട്ട് നാളെ കഴിഞ്ഞ് ചിലപ്പോൾ ഞാനും കാണത്തില്ല. അപ്പൊ ഒരു സെക്കൻഡ്, നമ്മളെ DOP ആണ് സുധി വരുന്നത്. മനുഷ്യന്റെ മുന്നിൽ വരാത്തൊരു മനുഷ്യനാണ്. ക്യാമ്പസിന്റെ ഫ്രണ്ടിൽ തന്നെ ആദ്യമായിട്ട് ഭയങ്കര എക്സൈറ്റഡ് കാരണം ഞാൻ ആക്ച്വലി ഈ കഥ ഇനിഷ്യലി നല്ല ഏർലിയാണ് കേൾക്കുന്നത്. അപ്പോൾ ഇതിന്റെ ക്യാരക്ടറിന്റെ ഒരു ജേർണി ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. എനിക്ക് അത് ആക്ച്വലി ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ട് തോന്നി. ഉണ്ടായിരുന്നോ ഒരു 1-2 മണിക്കൂർ ഒരു വിഗ് വയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറെ നേരം പ്രിപ്പയർ ചെയ്തില്ല. ഒരു ദിവസം മൊത്തം ഏറ്റവും അലമ്പ് ബിഗ് എങ്ങനെ സെറ്റ് ചെയ്യാന്നുള്ള ഡിസ്കഷൻ ആയിരുന്നു. അപ്പം അതിങ്ങനെ കുറേ ഇട്ട് ഞങ്ങൾ പല വെച്ച് പിന്നെ അത് സമയമെടുക്കും. ആ പ്രോസസ്സ് തന്നെ ഒരു 15-20 മിനിറ്റോളം അത് സെറ്റ് ചെയ്ത് അത് അങ്ങനെയൊക്കെ കുറച്ച് അല്ല അങ്ങനെ ഭയങ്കര പ്രിപ്പയർ ചെയ്ത് അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. നമ്മൾ കണ്ടറിയാലോ. ടീച്ചർ ഇറങ്ങിയ സമയത്ത് ഫസ്റ്റ് ഷോട്ട് കണ്ടിട്ട് കാന്താര സിനിമയാണോ എന്നൊക്കെ ചോദിച്ചിട്ട് കുറെ കമന്റ്സ് അതിന്റെ അടിയിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ കുറച്ചായിട്ട് ഇത്തരത്തിൽ കലാരൂപങ്ങൾ കാണുമ്പോൾ കാന്താര പോലുള്ള സിനിമകൾ ഇത് കമ്പയർ ചെയ്യുന്നുണ്ട്. അപ്പം ഇത്തരം കമന്റുകളോട് എന്താ പറയാനുണ്ട്? അല്ല, അത് നമ്മുടെ സിനിമയിൽ ഈ ടീച്ചറിൽ വിട്ട ഒരു കൈനോട്ടക്കാരി അല്ലെങ്കിൽ മുത്തപ്പൻ, ഇതൊക്കെ നമ്മുടെ കേരളത്തിൻ്റെ നമ്മുടെ അതിൻ്റെ ഓരോരോ ഏരിയാസിൽ വരുന്ന അത് നമ്മുടെ സിനിമയിൽ വളരെ വളരെ സട്ടിലായിട്ട് നമ്മൾ പ്ലേസ് ചെയ്തിട്ടുള്ള ഒരു വലിയ ഏരിയാസാണ്. മുത്തപ്പനൊക്കെ നമുക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് സിനിമ. അതുകൊണ്ടാണ് നമ്മൾ ടീച്ചർ വിട്ടപ്പോൾ അതിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തത്. കാന്താര സിനിമയായിട്ടൊന്നും ഒരു ബന്ധമില്ല. ജസ്റ്റ് ഞാൻ പറഞ്ഞില്ലേ, ഈ മുത്തപ്പൻ നമ്മുടെ മലയാളികൾക്ക് എത്രത്തോളം കണക്റ്റഡ് ആണ്. ഒരു കൈനോട്ടക്കാരൻ മുത്തപ്പൻ, അതുപോലെ കുറേ ക്യാരക്ടേഴ്സാണ്. സലീം മേട്ടൻ, മഞ്ജു ചേച്ചി ഗോപിയുടെ അമ്മയാണ്. ഈ ക്യാരക്ടേഴ്സൊക്കെ നമ്മളുടെ ലൈഫിൽ നമ്മുടെ അമ്മമാരും ഇങ്ങനെയൊക്കെയാണ് നമ്മൾ കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതേപോലെ തന്നെയാണ് ആൽപ്പറമ്പിൽ ഗോപിക്ക് ഈ പറഞ്ഞ പോലെ മുത്തപ്പനും ഇവരെല്ലാം. ഇതാണ് മലയാളിയുടെ ഒരു സ്റ്റോറി എന്ന ബേസിസിൽ നമ്മൾ അങ്ങനെ ഒരു ടീച്ചർ ഉണ്ട്. നത്തിങ് ടു ഡു വിത്ത് കാന്താര. ഈ ട്രെയിലറിന്റെ അവസാനം മറ്റൊരു ടെറൈനിൽ കൂടി ബസ് പോകുന്നതും വീണ്ടും മറ്റൊരു ലുക്കും ഇതിൽ കാണുന്നു. അത് കുറച്ചൊരു ഫ്രാക്ഷൻ സെക്കൻഡ്സേ ഉള്ളൂ. അപ്പം സിനിമയിൽ ഒരു മലയാളി മറ്റൊരു നാട്ടിൽ പോയി ഒരു മാസ് ആവുന്ന ഒരു രീതിയിലുള്ള ഒരു ട്രീറ്റ്മെന്റ്, അങ്ങനത്തെ ഒരു 2 ചേഞ്ച് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും. ഒരു ദിവസം കൂടെ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ ഇതിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കഥ പറഞ്ഞ് പോകുന്നുണ്ട്. അപ്പം ചിലത് നമുക്കിപ്പോൾ റിവീൽ ചെയ്യാൻ പറ്റില്ലല്ലോ. പക്ഷെ ടീച്ചറിലുണ്ട്, അത് തിയേറ്ററിൽ കാണാം. അല്ല, ബേസിക്കലി പറഞ്ഞ സസ്പെൻസ് ഒന്നും ഇല്ല. വിട്രാന്ന് പറഞ്ഞിട്ട് സസ്പെൻസ് ഒന്നുമല്ല. ഇപ്പൊ എനിക്ക് നിങ്ങൾ ഇന്നലെ ടീച്ചറെ കണ്ടതായിരിക്കാം ഒരു സസ്പെൻസ്. അതായത് ഇതിന്റെ ഒരു ലുക്കും കൂടെ ഉണ്ട്, അത്രയുള്ളൂ. അത് അതിപ്പരം ഈ ജനഗണമന പോലെ ഒരു ഹാർഡ് കോർ സസ്പെൻസ് ഡ്രിവൻ സിനിമയല്ല. ദിസ് ഇസ് എ വെരി ലൈറ്റ് ഹാർട്ടഡ് സിനിമ. അതിൽ ഇങ്ങനെ ഒരു ലുക്ക് ഉണ്ട്, അത് വ്യക്തമാക്കണമെന്നുണ്ടായിരുന്നു. അത് ഇന്നലെ ടീച്ചർ വിട്ടില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾ തിയേറ്ററിൽ കാണത്തുള്ളായിരുന്നു. ഞങ്ങൾ അതുകൊണ്ട് അത് ഇന്നലെ വന്നത് വളരെ ക്ലീൻ ആയിട്ട് വിട്ടു. ഈ മൈ നെയിം ഈസ് ഖാൻ ഒക്കെ പോലെ വേറൊരു ടെറൈനിലേക്ക് പോകുന്ന പൊളിറ്റിക്സ് ഒക്കെ ഡിസ്കസ് ചെയ്യുന്ന ഒരു തരത്തിലേക്കുള്ള ചിത്രമാണ്. അത് ആക്ച്വലി ഞാൻ കണ്ടു കുറേ സിനിമകൾ, ഈ പറഞ്ഞ മൈ നെയിം ഈസ് ഖാൻ, ഇങ്ങനത്തെ കുറേ സിനിമകളുടെ റെഫറൻസ് ആണ് എന്ന് പറയുന്നവരാണ്. സത്യം പറഞ്ഞാൽ ആ സിനിമയൊക്കെ നമ്മൾ ഭയങ്കരമായിട്ട് ഇൻസ്പയർഡ് ആയിട്ട് കാണണം. വേറെ ലെവൽ സിനിമയാണ് ഇത്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ജനഗണമനയുടെ സമയത്ത് നമ്മൾ April 22 ഇറങ്ങുന്നതിന് മുന്നേ അത് പലരും പറഞ്ഞു അബ്ദുൾ നാസർ മദനിയുടെ കഥയാണോ എന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു. പക്ഷെ അത് നിങ്ങൾ April 22 വന്ന് കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി. അതുപോലെ തന്നെ ഇത് ആൽപ്പറമ്പിൽ ഗോപിയുടെ കഥയാണ്. 24 മണിക്കൂറുള്ളൂ. നാളെ വരുമ്പോൾ അത് വളരെ ക്ലിയർ ആണ്. സിമ്പിൾ. ഇത് റിലീസ് ചെയ്യുന്ന ഡേയ്സ്, അതായത് നാളെ തന്നെ May 1 റിലീസ് ചെയ്യുന്നു. അത് തൊഴിലാളി ദിനം. ഇത് കറക്റ്റ് ഒരു എന്തോ എല്ലാം സ്പെസിഫൈ പോയിന്റ് ചെയ്യപ്പെടുന്ന പോലെ ഒരു തോന്നൽ. അല്ല, അതാണ് തൊഴിലാളി ദിനത്തിൽ ശരിക്കും ഒരു പണിയെടുക്കാത്ത 2 പേരുടെ കഥയാണ്. അത്
കാര്യം വളരെ ഡീപ്പ് റൂട്ടഡായിട്ട് സാധാരണക്കാരനെ റോ ആയിട്ടുള്ള ഒരു മലയാളി, അവൻ ഇങ്ങനെ ലുങ്കി മുണ്ടൊക്കെ ഇട്ട് സൈക്കിളിൽ നടക്കുന്ന അവൻ, പത്രമൊക്കെ വായിച്ച് ഇങ്ങനെ നടക്കുന്ന ഒരു തന്നെ അവൻ്റെ അമ്മ. അപ്പൊ അത് ലിസ്റ്റിനായാലും അന്ന് പറഞ്ഞു മെയ് 1 നമുക്കൊന്ന് ടാർഗറ്റ്, ഐ മീൻ അതൊരു ഓപ്ഷൻ അല്ലേ എന്ന് പറഞ്ഞപ്പോൾ ശരിയാണ്, ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കരമായിട്ട് കണക്റ്റ് ആയി. ശരി, അതായത് സിനിമയിൽ അത് തന്നെയാണോ, ഒരു പണിയില്ലാത്ത അവൻ്റെ കഥയില്ല. അപ്പൊ അത് മെയ് 1, അതാണ് ഇന്ന് പ്രസ് മീറ്റ് വെച്ചതിന്റെ മെയിൻ ഇതാണ്. പലർക്കും ഈ പറഞ്ഞ പോലെ ബുധനാഴ്ച ഒരു സിനിമ റിലീസ് അവർക്ക് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് അതൊന്ന് എൻഫോഴ്സ് ചെയ്യാൻ, റീഇൻഫോഴ്സ് ചെയ്യാനാണ് നമ്മളുടെ ഉദ്ദേശം ഇന്ന് ഈ മൊമെന്റിൽ.